ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു. ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിന്റെ ബാക്കിയാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സിറിയസിന്റെ ഫാമിലിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് സിറിയസിന്റെ വീട്ടിലെ ഡ്രോയിങ് റൂം വൃത്തിയാക്കുന്നതിനിടയിൽ ക്രീച്ചർ എന്ന ഹൗസ് എൽഫ് അവിടേക്ക് കടന്നു വരികയും ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നവരെ കുറ്റം പറയുകയും ചെയ്യുന്നിടത്താണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഹലോ ക്രീച്ചർ, വാതിൽ അടച്ചുകൊണ്ട് ഫ്രെഡ് വളരെ ഉച്ചത്തിൽ പറഞ്ഞു. ഹൗസ് എൽഫ് ആ സ്ഥലത്ത് മരവിച്ചു നിന്നു. പിറുപിറുക്കുന്നത് നിർത്തി നാടകീയവും വളരെ അവിശ്വസനീയവുമായ ഒരു അത്ഭുതം മുഖത്ത് വരുത്തി. ക്രീച്ചർ, നിങ്ങളെ കണ്ടില്ല യങ് മാസ്റ്റർ. തിരിഞ്ഞു നിന്ന് ഫ്രെഡിനെ വണങ്ങിക്കൊണ്ട് അത് പറഞ്ഞു. താഴേക്ക് നോക്കി തികച്ചും കേൾക്കാവുന്ന വിധത്തിൽ അവൻ കൂട്ടിച്ചേർത്തു, ആ കുലദ്രോഹിയുടെ വൃത്തികെട്ട മകനാണിത്. എന്താ നീ ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായില്ല, ജോർജ് ദേഷ്യത്തോടെ ചോദിച്ചു. ക്രീച്ചർ ഒന്നും പറഞ്ഞില്ല. എൽഫ് ജോർജിനെ രണ്ടാമതും വണങ്ങി വ്യക്തമായി കേൾക്കെ പറഞ്ഞു, ഇതാ അതിന്റെ ഇരട്ട വൃത്തികെട്ട ജന്തുക്കൾ. ഹാരിക്ക് ചിരിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലായില്ല. എൽഫ് നിവർന്നു. അവർ അവനെ കേൾക്കുന്നില്ലെന്ന ബോധ്യത്തോടെ അവൻ പിറുപിറുക്കുന്നത് തുടർന്നു. അതാ അവിടെ മഡ് ബ്ലഡ് ഉണ്ട്. എന്ത് ധൈര്യത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. ഓ, എന്റെ മിസ്ട്രസ് അറിഞ്ഞിരുന്നെങ്കിൽ അവർ കരഞ്ഞേനെ. ഒരു പുതിയ ആൺകുട്ടിയുണ്ട്. ക്രീച്ചറിന് അവന്റെ പേരറിയില്ല. അവൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ക്രീച്ചറിന് അറിയില്ല. ക്രീച്ചർ, ഇത് ഹാരി. ഹെർമിയോണി പരിചയപ്പെടുത്തി. ഹാരി പോട്ടർ. ക്രീച്ചറുടെ വിളറിയ കണ്ണുകൾ വിടർന്നു. അവൻ മുമ്പത്തേക്കാൾ വേഗത്തിലും ക്രോധത്തോടെയും മന്ത്രിച്ചു. ഈ മഡ് ബ്ലഡ് അവളുടെ സുഹൃത്തിനോട് സംസാരിക്കും പോലെയാണ് ക്രീച്ചറിനോട് സംസാരിക്കുന്നത്. ഇതുപോലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ കണ്ടാൽ ക്രീച്ചറിന്റെ മിസ്ട്രസ് എന്തൊക്കെയായിരിക്കും പറയുക? അവളെ മഡ് ബ്ലഡ് എന്ന് വിളിക്കരുത്, റോണും ജിനിയും ഒരുമിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് സാരമില്ല, ഹെർമിയോണി മന്ത്രിച്ചു. അവൻ ശരിയായ മാനസികാവസ്ഥയിലല്ല. അവൻ ആരാണെന്ന് പോലും അവൻ അറിയില്ല. സ്വയം മണ്ടിയാവല്ലേ ഹെർമിയോണി. അവൻ എന്താണ് പറയുന്നതെന്ന് അവന് കൃത്യമായി അറിയാം, ഫ്രെഡ് പറഞ്ഞു. ക്രീച്ചറിനെ അവൻ വളരെ വെറുപ്പോടെ നോക്കി. ക്രീച്ചർ ഇപ്പോഴും പിറുപിറുക്കുകയായിരുന്നു. പക്ഷേ കണ്ണുകൾ ഹാരിയിലായിരുന്നു. സത്യമാണോ? ഹാരി പോട്ടർ ആണോ? ക്രീച്ചറിന് ആ പാട് കാണാൻ കഴിയുന്നുണ്ട്. അത് സത്യമായിരിക്കണം. ഡാർക്ക് ലോഡിനെ തടഞ്ഞ ആൺകുട്ടിയാണത്. ഇവൻ അതെങ്ങനെ ചെയ്തുവെന്ന് ക്രീച്ചറിന് അത്ഭുതം തോന്നുന്നു. നമ്മൾക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ക്രീച്ചർ, ഫ്രെഡ് പറഞ്ഞു. ഹാ, അതിരിക്കട്ടെ, നിനക്ക് എന്താണ് വേണ്ടത്? ജോർജ് ചോദിച്ചു. ക്രീച്ചറിന്റെ വലിയ കണ്ണുകൾ ജോർജിന്റെ നേരെ തിരിഞ്ഞു. ക്രീച്ചർ വൃത്തിയാക്കുകയാണ്, അവൻ ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ പറഞ്ഞു. എപ്പോഴത്തെയും പോലെ. ഹാരിയുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. സിറിയസ് തിരിച്ചു വന്നിരിക്കുന്നു. വാതിൽക്കൽ നിന്ന് എൽഫിനെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. ഹാളിലെ ശബ്ദം ഇപ്പോൾ കുറഞ്ഞിരുന്നു. മിസ്സിസ് വീസ്ലിയും മുണ്ടങ്കസും തമ്മിലുള്ള തർക്കം അടുക്കളയിലേക്ക് നീങ്ങിയിരിക്കാം. സിറിയസിനെ കണ്ടപ്പോൾ ക്രീച്ചർ തന്റെ മൂക്ക് തറയിൽ തട്ടും വിധം വണങ്ങി. നിവർന്നു നിൽക്ക്, സിറിയസ് അക്ഷമയോടെ ആജ്ഞാപിച്ചു. പറ, നീ എന്ത് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്? ക്രീച്ചർ വൃത്തിയാക്കുകയാണ്, എൽഫ് ആവർത്തിച്ചു. ബ്ലാക്ക് കുടുംബത്തെ സേവിക്കാൻ വേണ്ടിയാണ് ക്രീച്ചർ ജീവിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ഇത് ദിവസം കഴിയുന്തോറും മോശമായി വരുന്നത്, സിറിയസ് പറഞ്ഞു. മാസ്റ്റർ എപ്പോഴും ചെറിയ തമാശകളൊക്കെ പറയും, ക്രീച്ചർ പറഞ്ഞു. വണങ്ങിയതിനു ശേഷം താഴ്ന്ന സ്വരത്തിൽ തുടർന്നു. മാസ്റ്റർ സ്വന്തം അമ്മയുടെ ഹൃദയം തകർത്ത വൃത്തികെട്ട നന്ദികെട്ട ദുഷ്ടനാണ്.
എന്റെ അമ്മയ്ക്ക് ഹൃദയമില്ലായിരുന്നു ക്രീച്ചർ, സിറിയസ് തിരിച്ചടിച്ചു. അമ്മയുടെ ജീവൻ നിലനിർത്തിയത് അവരുടെ വെറുപ്പായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രീച്ചർ വീണ്ടും കുമ്പിട്ടു. മാസ്റ്റർ പറയുന്നത് പോലെ, അയാൾ രോഷത്തോടെ മന്ത്രിച്ചു. മാസ്റ്റർ അവന്റെ അമ്മയുടെ പൂട്ടിലെ ചാളി തുടക്കാൻ പോലും അർഹനല്ല. ഓ എന്റെ പാവം മിസ്ട്രസ്, ക്രീച്ചർ ഇവനെ സേവിക്കുന്നത് കണ്ടാൽ അവരെന്നെ വഴക്ക് പറയും. അവർക്കിവൻ ഇത്ര വെറുപ്പായിരുന്നു. എന്തൊരു തോൽവിയാണിവൻ. നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിന്നോട് ചോദിച്ചു, സിറിയസ് ദേഷ്യത്തോടെ പറഞ്ഞു. വൃത്തിയാക്കുന്നു എന്നും പറഞ്ഞ് ഇവിടേക്ക് കയറി വന്ന് ഞങ്ങൾ കളയാൻ വെച്ചതൊക്കെ നീ നിന്റെ മുറിയിലേക്ക് ഒളിച്ചു കൊണ്ടുപോകുകയാണ്, ഞങ്ങൾ കളയാതിരിക്കാൻ വേണ്ടി. ക്രീച്ചർ മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഒരു വസ്തുവും അതിന്റെ ശരിയായ സ്ഥലത്ത് നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല, എൽഫ് പറഞ്ഞു. തുടർന്ന് വളരെ വേഗത്തിൽ മന്ത്രിച്ചു. ആ തിരശീല വലിച്ചെറിഞ്ഞാൽ മിസ്ട്രസ് ക്രീച്ചറിനോട് ഒരിക്കലും ക്ഷമിക്കില്ല. അത് കുടുംബത്തിൽ 7 നൂറ്റാണ്ടുകളായി ഉള്ളതാണ്. ക്രീച്ചർ അതിനെ രക്ഷിക്കണം. ക്രീച്ചർ മാസ്റ്ററെയും ചതിയന്മാരെയും അവരുടെ കുട്ടികളെയും അതിനെ നശിപ്പിക്കാൻ അനുവദിക്കില്ല. അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. എതിർവശത്തെ ചുമരിലേക്ക് പുച്ഛത്തോടെ ഒരു നോട്ടമെറിഞ്ഞ് സിറിയസ് പറഞ്ഞു. അമ്മ അതിന്റെ പിന്നിൽ മറ്റൊരു പെർമനന്റ് സ്റ്റിക്കിംഗ് ചാം വെച്ചിരിക്കും, എനിക്ക് സംശയമില്ല. പക്ഷേ എനിക്കത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യും. നീ ഇവിടുന്ന് പോ ക്രീച്ചർ. നേരിട്ടുള്ള ഒരു കൽപ്പന അനുസരിക്കാതിരിക്കാൻ ക്രീച്ചർ ധൈര്യപ്പെട്ടില്ല. എന്നിരുന്നാലും സിറിയസിനെ മറികടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ക്രീച്ചർ നൽകിയ നോട്ടം അഗാധമായ വെറുപ്പ് നിറഞ്ഞതായിരുന്നു. അവൻ മുറിക്ക് പുറത്തേക്ക് പോകുന്ന വഴി മുഴുവൻ പിറുപിറുത്തു. അസ്കവാനിൽ നിന്ന് തിരിച്ചു വന്ന് ക്രീച്ചറിനോട് ആജ്ഞാപിക്കുന്നു. ഓ എന്റെ പാവം മിസ്ട്രസ്, വീടിപ്പോൾ കണ്ടാൽ അവൾ എന്തു പറയും? ഇതിൽ കച്ചറ കൂട്ടങ്ങൾ താമസിക്കുന്നു. അവളുടെ നിധികൾ വലിച്ചെറിയുന്നു. അവൾ സത്യം ചെയ്തു പറഞ്ഞതാണ് ഇങ്ങനൊരു മകനില്ലെന്ന്. ഇപ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ ഒരു കൊലപാതകയാണെന്നും കേൾക്കുന്നു. നീ പറഞ്ഞുകൊണ്ടേയിരുന്നോളൂ, എങ്കിൽ ഞാൻ തീർച്ചയായും ഒരു കൊലപാതകയാകും. സിറിയസ് ദേഷ്യത്തോടെ ഇതും പറഞ്ഞ് എൽഫിന്റെ നേരെ വാതിലടച്ചു. സിറിയസ് അവന്റെ മനസ്സ് ശരിയല്ല, ഹെർമിയോനി അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. നമുക്കവന് കേൾക്കാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കാലമായി അവൻ ഒറ്റയ്ക്കാണ്, സിറിയസ് പറഞ്ഞു. എന്റെ അമ്മയുടെ ചിത്രത്തിൽ നിന്ന് ഭ്രാന്തമായ ഉത്തരവുകൾ സ്വീകരിച്ചും സ്വയം സംസാരിച്ചും. പക്ഷേ അവൻ പണ്ടേ ഒരു മോശം. നിങ്ങൾക്കവനെ മോചിപ്പിച്ചുകൂടെ? ഹെർമിയോനി പ്രതീക്ഷയോട് ചോദിച്ചു. ഒരുപക്ഷേ നമുക്കവനെ മോചിപ്പിക്കാൻ കഴിയില്ല. അവന് ഓർഡറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം, സിറിയസ് പറഞ്ഞു. അതല്ലെങ്കിൽ ആ ഞെട്ടലിൽ അവൻ മരിക്കും. നീ അവനോട് ഈ വീട് വിട്ടു പോകാൻ പറഞ്ഞു നോക്ക്. അപ്പോൾ അവൻ എന്തു ചെയ്യുമെന്ന് നിനക്ക് കാണാം. സിറിയസ് മുറി കടന്ന് ക്രീച്ചർ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന ചുമരിന്റെ നീളത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന തിരശീലയ്ക്കടുത്തേക്ക് നടന്നു. ഹാരിയും മറ്റുള്ളവരും പിന്നാലെ പോയി. ആ തിരശീല തുണി വളരെ പഴകിയതായിരുന്നു. അത് മങ്ങിയതും ഡോക്സികൾ കടിച്ചു കീറിയതും പോലെ കാണപ്പെട്ടു. എന്നിരുന്നാലും അതിൽ എംബ്രോയിഡറി ചെയ്ത സ്വർണ്ണനൂൽ ഇപ്പോഴും തിളക്കത്തോടെ തിളങ്ങി. മധ്യകാലം വരെ നീണ്ടുനിന്ന ഒരു വിശാലമായ കുടുംബവൃക്ഷം അവർക്ക് കാണിച്ചു കൊടുക്കാൻ തക്ക വിധം. അതിന്റെ ഏറ്റവും മുകളിലുള്ള വലിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ദ നോബിൾ ആൻഡ് മോസ്റ്റ് ആൻഷ്യൻ ഹൗസ് ഓഫ് ബ്ലാക്ക്, ഓൾവേസ് പ്യുവർ. നിങ്ങളിതിലില്ലല്ലോ? വൃക്ഷത്തിന്റെ അടിഭാഗം പരിശോധിച്ച ശേഷം ഹാരി ചോദിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സിഗരറ്റ് കത്തിച്ചതുപോലുള്ള തിരശീലയിലെ ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള കത്തിയ ദ്വാരത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സിറിയസ് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയതിനു ശേഷം എന്റെ പ്രിയപ്പെട്ട വയസ്സായ അമ്മ എന്നെ കത്തിച്ചു. ക്രീച്ചറിന് ഈ കഥ പറയാൻ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്നോ? എനിക്ക് ഏകദേശം 16 വയസ്സുള്ളപ്പോൾ, സിറിയസ് പറഞ്ഞു. എനിക്ക് മതിയായിരുന്നു. എങ്ങോട്ടേക്കാണ് പോയത്? ഹാരി അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ അച്ഛന്റെ അടുത്തേക്ക്, സിറിയസ് പറഞ്ഞു. നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ശരിക്കും നല്ലവരായിരുന്നു. അവർ
എന്നെ രണ്ടാമത്തെ മകനായി ദത്തെടുത്തു. അതെ, സ്കൂൾ അവധിക്കാലത്ത് ഞാൻ നിന്റെ അച്ഛന്റെ വീട്ടിൽ ചിലവഴിച്ചു. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ സ്വന്തമായി കുറച്ച് സ്ഥലം ലഭിച്ചു. എന്റെ അമ്മാവൻ ആൽഫാൽ എനിക്ക് കുറച്ച് സ്വർണം തന്നിരുന്നു. അദ്ദേഹത്തെയും നിനക്കിവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്തെങ്കിലും ആകട്ടെ, അതിനുശേഷം ഞാൻ തന്നെ എന്നെ നോക്കി. ഞായറാഴ്ച ഉച്ചഭക്ഷണം മിസ്റ്റർ ആൻഡ് മിസ്സസ് പോട്ടേഴ്സിനടുത്ത് നിന്നായിരുന്നു മിക്കപ്പോഴും. പക്ഷെ നിങ്ങൾ എന്തിനാണ് വീട് വിട്ടതെന്നാണോ? സിറിയസ് നിരാശയോടെ പുഞ്ചിരിച്ചു. അയാളുടെ നീണ്ട മുടിയിലൂടെ വിരലുകൾ ഓടിച്ചു. കാരണം ഞാൻ അവരെ എല്ലാം വെറുത്തിരുന്നു. എന്റെ മാതാപിതാക്കൾക്ക് അവരുടെ ശുദ്ധരക്ത ചിന്തയായിരുന്നു. ഒരു ബ്ലാക്ക് കുടുംബക്കാരനാവുക എന്നാൽ നിങ്ങൾ പ്രൗഢിയുള്ളവനാണെന്നർത്ഥം. എന്റെ വിഡ്ഢിയായ സഹോദരൻ അവരെ വിശ്വസിച്ചു. പാവം. സിറിയസ് തന്റെ വിരൽ കൊണ്ട് വൃക്ഷത്തിന്റെ അടിഭാഗത്ത് റെഗുലസ് ബ്ലാക്ക് എന്ന പേരിൽ തൊട്ടു. അവിടെ ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മരണത്തീയതിയും അതിനു താഴെ ഒരു ജനനത്തീയതിയും ഉണ്ടായിരുന്നു. അവൻ എന്നേക്കാൾ ചെറുപ്പമായിരുന്നു, സിറിയസ് പറഞ്ഞു. എന്നെ നിരന്തരം ഓർമ്മിപ്പിച്ചതുപോലെ വളരെ നല്ല ഒരു മകൻ. പക്ഷേ അയാൾ മരിച്ചു അല്ലേ? ഹാരി പറഞ്ഞു. അതെ, സിറിയസ് ഉത്തരം നൽകി. മണ്ടൻ, അവൻ ഡെത്ത് ഈറ്റേഴ്സിൽ ചേർന്നിരുന്നു. തമാശ പറയല്ലേ? ഓ ഹാരി, എന്റെ കുടുംബത്തിലെ മാന്ത്രികന്മാർ ഏത് തരക്കാരാണെന്ന് ഈ വീട് കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? സിറിയസ് സമാധാനത്തോടെ ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും ഡെത്ത് ഈറ്റേഴ്സ് ആയിരുന്നോ? അല്ലല്ല, പക്ഷേ വോൾഡമോർട്ടാണ് ശരിയെന്ന് അവർ കരുതിയിരുന്നു. അവരെല്ലാം മാന്ത്രിക വംശത്തിന്റെ ശുദ്ധീകരണത്തിനും മകളിൽ ജനിച്ചവരെ ഒഴിവാക്കുന്നതിനും ശുദ്ധരക്തങ്ങളുടെ ചുമതല ഏറ്റെടുക്കുന്നതിനും നിരന്തരം ശ്രമിച്ചവരായിരുന്നു. അവർ മാത്രമല്ല, വോൾഡമോർട്ട് തന്റെ യഥാർത്ഥ നിറം കാണിക്കുന്നതുവരെ അവൻ ശരിയാണെന്ന് കരുതിയിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അധികാരം നേടാൻ അവൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് കണ്ടപ്പോൾ അവർ പിന്മാറി. പക്ഷെ എനിക്കുറപ്പാണ്, റെഗുലസിനെ അവന്റെ സൈന്യത്തിൽ ആദ്യം തന്നെ ചേർന്ന് ഹീറോ ആവണം എന്ന് എന്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തെ ഒരു ഓററാണോ കൊന്നത്? ഹാരി സംശയത്തോടെ ചോദിച്ചു. അല്ലല്ല, സിറിയസ് പറഞ്ഞു. ഒരിക്കലുമല്ല, വോൾഡമോർട്ടാണ് അവനെ കൊലപ്പെടുത്തിയത്. അല്ലെങ്കിൽ വോൾഡമോർട്ടിന്റെ ഉത്തരവ് പ്രകാരം. അതിനാണ് കൂടുതൽ സാധ്യത. വോൾഡമോർട്ടിനാൽ നേരിട്ട് കൊല്ലപ്പെടാൻ റെഗുലസ് പ്രധാനിയായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് അവൻ ഒരുപാട് അനുഭവിച്ചിരുന്നു. അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അവനെ ഭയപ്പെടുത്തുകയും അവൻ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വോൾഡമോർട്ടിൽ നിന്ന് പിന്മാറാൻ ഒരാൾക്കും ഒരിക്കലും സാധിക്കില്ല. അതൊരു ആജീവനാന്ത സേവനമാണ്, അല്ലെങ്കിൽ മരണം. വരൂ, ഭക്ഷണം കഴിക്കാം. മിസസ് വീസ്ലിയുടെ ശബ്ദം ഉയർന്നു. അവൾ തന്റെ വടി മുന്നിൽ ഉയർത്തിപ്പിടിച്ച് സാൻഡ്വിച്ചുകളും കേക്കും നിറച്ച ഒരു വലിയ ട്രേ ബാലൻസ് ചെയ്തിരുന്നു. മുഖം വളരെ ചുവന്നിരുന്നു. ഇപ്പോഴും ദേഷ്യത്തോടെയായിരുന്നു. മറ്റുള്ളവർ ഭക്ഷണത്തിനായി കൊതിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി. പക്ഷേ ഹാരി തിരശ്ശീലയുടെ അടുത്ത് കുഞ്ഞിരുന്ന സിറിയസിനൊപ്പം തന്നെ നിന്നു. വർഷങ്ങളായി ഞാനിത് നോക്കിയിട്ടില്ല. അത് ഫിനിയാസ് നിക്കല്ലസ്, എന്റെ മുതുമുത്തച്ഛൻ. ഹോഗ്വാർട്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത ഹെഡ് മാസ്റ്റർ. അത് അരാമിന്റെ മെലിഫ്ലുവ, എന്റെ അമ്മയുടെ കസിൻ. മഗിൾ ഹണ്ടിങ് നിയമവിധേയമാക്കാൻ ഒരു മന്ത്രാലയ ബിൽ പാസാക്കാൻ അവർ പണ്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതാണ് എന്റെ പ്രിയപ്പെട്ട അമ്മായി എല്ലഡോറ. അവരാണ് ചായ കൊണ്ടുവരാൻ പറ്റാത്ത അത്രയും പ്രായമായ എൽഫുകളുടെ തല വെട്ടിമാറ്റുന്ന കുടുംബ പാരമ്പര്യം ആരംഭിച്ചത്. തീർച്ചയായും ഈ കുടുംബത്തിൽ ആരെങ്കിലും കുറച്ച് മാന്യത ഉള്ള ഒരാളായി ജനിച്ചാൽ ഉടനെ അവരെ കത്തിച്ചു കളയും. ടോങ്സ് ഇവിടെ ഇല്ല അല്ലേ? അതുകൊണ്ടായിരിക്കാം ക്രീച്ചർ അവളുടെ കൽപ്പനകൾ സ്വീകരിക്കാത്തത്. കുടുംബത്തിലെ ആരെങ്കിലും ആവശ്യപ്പെടുന്നതെന്തും അവൻ ചെയ്യണം. നിങ്ങളും ടോങ്സും ബന്ധുക്കളാണോ? ഹാരി അത്ഭുതത്തോടെ ചോദിച്ചു. ഹാ, അതെ. അവളുടെ അമ്മ ആൻഡ്രോമേഡ എന്റെ പ്രിയപ്പെട്ട കസിനായിരുന്നു. സിറിയസ് ആ വൃക്ഷം ശ്രദ്ധാപൂർവം പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ആൻഡ്രോമേഡയും ഇവിടെയില്ല. നോക്ക്. ബെല്ലാട്രിക്സ്, നാർസിസ
എന്നീ 2 പേരുകൾക്കിടയിലുള്ള മറ്റൊരു ചെറിയ വൃത്താകൃതിയിലുള്ള പൊള്ളലേറ്റ അടയാളം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആൻഡ്രോമേഡയുടെ സഹോദരിമാർ ഇപ്പോഴും ഇവിടെയുണ്ട്. കാരണം അവർ മാന്യന്മാരായ പ്യുവർ ബ്ലഡ് ആൾക്കാരെ വിവാഹം ചെയ്തു. പക്ഷെ ആൻഡ്രോമേഡ മകൾ വംശജനായ ടെഡ് ടോങ്സിനെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് സിറിയസ് ഒരു വടി ഉപയോഗിച്ച് തിരശ്ശീല കത്തിക്കും പോലെ ആംഗ്യം കാണിച്ച് പുച്ഛത്തോടെ ചിരിച്ചു. പക്ഷേ ആൻഡ്രോമേഡയുടെ കത്തിയ പാടിന്റെ വലതുവശത്തുള്ള പേരുകൾ നോക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഹാരി. നാസിസ ബ്ലാക്ക്, ലൂഷ്യസ് മാൽഫോയ് എന്നിവരെ ബന്ധിപ്പിച്ച ഇരട്ട സ്വർണ്ണ എംബ്രോയിഡറിയും അവരുടെ പേരുകളിൽ നിന്നുള്ള ഒരു നീളത്തിലുള്ള സ്വർണ്ണവരയും അത് ഡ്രാക്കോ എന്ന പേരിൽ അവസാനിച്ചു. മാൽഫോയ്കളും നിങ്ങളും ബന്ധുക്കളാണോ? ഹാരി, പ്യുവർ ബ്ലഡ് കുടുംബങ്ങളെല്ലാം പരസ്പരം ബന്ധുക്കളാണ്, സിറിയസ് പറഞ്ഞു. നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും നിങ്ങൾ തിരഞ്ഞെടുത്ത പ്യുവർ ബ്ലഡിനെ കൊണ്ട് മാത്രമാണ് വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നതെങ്കിൽ ഓപ്ഷൻസ് കുറവായിരിക്കും. ഒട്ടുമിക്കവരും ബന്ധുക്കൾ തന്നെയാണ്. മോളിയും ഞാനും കസിൻസ് ആണ്. ആർത്തർ ഒരിക്കൽ നീക്കം ചെയ്യപ്പെട്ട എന്റെ സെക്കൻഡ് കസിനാണ്. അവരെയൊന്നും ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. ഒരു കുടുംബം മുഴുവൻ വഞ്ചകരായിട്ടുണ്ടെങ്കിൽ അത് വീസ്ലികൾ മാത്രമാണ്. എന്നാൽ ഹാരി ഇപ്പോൾ ആൻഡ്രോമേഡയുടെ കത്തൽപ്പാടിന്റെ ഇടതുവശത്തുള്ള പേര് നോക്കുകയായിരുന്നു. ബെല്ലാട്രിക്സ് ബ്ലാക്ക്. അത് റൊഡോൾഫസ് ലെസ്ട്രേഞ്ചുമായി ഇരട്ട വരയാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ലെസ്ട്രേഞ്ച്, ഹാരി ഉറക്കെ പറഞ്ഞു. ആ പേര് അവന്റെ ഓർമ്മയിൽ എന്തോ ഉണർത്തി. അതവൻ എവിടെയോ കേട്ടു മറന്ന പോലെ. പക്ഷേ എവിടെയാണെന്ന് ഓർമ്മയില്ല. അവന്റെ അടിവയറ്റിൽ എന്തോ എരിയും പോലെ അവന് തോന്നി. അവർ അസ്കബാനിലാണ്, സിറിയസ് ഉടൻ പറഞ്ഞു. ഹാരി അയാളെ കൗതുകത്തോടെ നോക്കി. ബെല്ലാട്രിക്സും അവളുടെ ഭർത്താവ് റോഡോൾഫസും ബാർട്ടി ക്രൗച്ച് ജൂനിയറിനൊപ്പം പിടിക്കപ്പെട്ടിരുന്നു, സിറിയസ് അതേ പരുഷമായ ശബ്ദത്തിൽ പറഞ്ഞു. റോഡോൾഫസിന്റെ സഹോദരൻ റബസ്റ്റനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഹാരി ഓർത്തു. ഡംബിൾഡോറിന്റെ ചിന്തകളും ഓർമ്മകളും സൂക്ഷിക്കാൻ കഴിയുന്ന വിചിത്രമായ ഉപകരണമായ പെൻസീവിനുള്ളിൽ ബെല്ലാട്രിക്സ് ലെസ്ട്രേഞ്ചിനെ അവൻ കണ്ടിരുന്നു. കനത്ത കൺപോളകളുള്ള ഉയരമുള്ള ഇരുണ്ട സ്ത്രീ. വിചാരണയ്ക്ക് നിർത്തിയപ്പോൾ അവൾ ലോർഡ് വോൾഡിമോർട്ടിനോടുള്ള തന്റെ കൂറും വിശ്വസ്തതയും പ്രഖ്യാപിക്കുകയും അവന്റെ പതനത്തിന് ശേഷം അവനെ കണ്ടെത്താൻ ശ്രമിച്ചു എന്ന് അഭിമാനത്തോടെ പറയുകയും എന്നെങ്കിലും അവളുടെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കുമെന്നും വിളിച്ചു പറയുകയായിരുന്നു. നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അവൾ എന്റെ കസിനാണെന്നത് വലിയൊരു കാര്യമാണോ? സിറിയസ് തിരിച്ചു ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ എന്റെ കുടുംബമല്ല. അവൾ തീർച്ചയായും എന്റെ കുടുംബമല്ല. നിന്റെ ഈ പ്രായത്തിലുള്ള സമയത്താണ് ഞാൻ അവളെ അവസാനമായി കണ്ടത്. അവൾ അസ്കബാനിലേക്ക് വന്നത് കണ്ടിരുന്നു എന്നതൊഴിച്ചാൽ. അവളെപ്പോലുള്ള ഒരു ബന്ധുവിനെ കിട്ടിയതിൽ എനിക്ക് അഭിമാനമാണെന്നാണോ നീ കരുതുന്നത്? സോറി, ഹാരി പെട്ടെന്ന് പറഞ്ഞു. ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നി, അത്രമാത്രം. സാരമില്ല, ക്ഷമയൊന്നും ചോദിക്കണ്ട. സിറിയസ് പിറുപിറുത്തു. അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു, കൈകൾ പോക്കറ്റിലിട്ടു. എനിക്ക് ഇവിടേക്ക് വരാൻ തന്നെ ഇഷ്ടമല്ല. ഡ്രോയിങ് റൂമിലേക്ക് നോക്കി സിറിയസ് തുടർന്നു. വീണ്ടും ഈ വീട്ടിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹാരിക്ക് അത് പൂർണ്ണമായും മനസ്സിലായി. അവൻ വലുതായി കഴിഞ്ഞാൽ എന്നേക്കുമായി ആ സ്ഥലത്ത് നിന്ന് പോയതിനു ശേഷം വീണ്ടും പ്രിവറ്റ് ഡ്രൈവിലെ നമ്പർ 4 തിരിച്ചെത്തി താമസിക്കേണ്ടി വന്നാൽ എന്തു തോന്നുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. തീർച്ചയായും ഇത് ഹെഡ്ക്വാർട്ടേഴ്സിന് വളരെ അനുയോജ്യമാണ്, സിറിയസ് പറഞ്ഞു. എന്റെ അച്ഛൻ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ മാന്ത്രികർക്ക് അറിയാവുന്ന എല്ലാ സുരക്ഷാ നടപടികളും ഇതിനുമേൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാർക്കും കണ്ടെത്താൻ പറ്റില്ല. മഗിൾസിന് ഒരിക്കലും അവർക്ക് തോന്നിയതുപോലെ വരാനോ വന്ന് വിളിക്കാനോ കഴിയില്ല. ഇപ്പോൾ ഡംബിൾഡോർ അദ്ദേഹത്തിന്റെ സംരക്ഷണം കൂടെ ചേർത്തിരിക്കുന്നു. സുരക്ഷിതമായ ഒരു വീട് കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഡംബിൾഡോർ ഓർഡറിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. നിനക്കറിയാമോ, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ ആർക്കും അത് കണ്ടെത്താൻ കഴിയില്ല. നിനക്ക് ഒരു കുറിപ്പ് ഇന്നലെ രാത്രി മൂടി കാണിച്ചു തന്നില്ലേ? അത് ഡംബിൾഡോറിൽ നിന്നുള്ളതാണ്. സിറിയസ് ഒരു ചെറിയ ചിരി ചിരിച്ചു. എന്റെ മാതാപിതാക്കളെങ്ങാനും അവരുടെ വീട് ഇപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടിരുന്നെങ്കിൽ
എന്റെ അമ്മയുടെ ചിത്രം തന്നെ നിനക്കൊരു ഏകദേശം രൂപം തരും. അയാൾ ഒരു നിമിഷം മുഖം ചുളിച്ചു. പിന്നെ നെടുവീർപ്പിട്ടു. എനിക്ക് ഇടയ്ക്കിടെ പുറത്തുപോയി എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. സ്നഫിൾസായി നിന്റെ ഹിയറിംഗ് സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ഞാൻ ഡംബിൾഡോറിനോട് ചോദിച്ചു. നിനക്കൊരു പിന്തുണയ്ക്ക് നിനക്കെന്താണ് തോന്നുന്നത്? ആ നിമിഷം തന്റെ വയറ് കീഴ്പോട്ട് താഴ്ന്നു പോയതായി ഹാരിക്ക് തോന്നി. കഴിഞ്ഞ വൈകുന്നേരം അത്താഴത്തിന് ശേഷം ഒരിക്കൽ പോലും ഹിയറിംഗിനെ കുറിച്ച് അവൻ ചിന്തിച്ചിരുന്നില്ല. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ എത്തിയതിന്റെയും നടക്കുന്നതെല്ലാം കേൾക്കുന്നതിന്റെയും ആവേശത്തിൽ അത് അവൻ പൂർണ്ണമായും മറന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സിറിയസിന്റെ ഈ വാക്കുകൾ അവനിലേക്ക് ഭയം കുത്തിനിറച്ചു. അവൻ ഹെർമിയോണിയെയും വീസ്ലികളെയും നോക്കി. അവരെല്ലാം അവരുടെ സാൻഡ്വിച്ചുകളിൽ വ്യാപൃതരായിരുന്നു. താനില്ലാതെ അവരൊക്കെയും ഹോഗ്വാർട്സിലേക്ക് തിരികെ പോകുന്ന കാര്യമോർത്ത് അവൻ ആകുലപ്പെട്ടു. വിഷമിക്കണ്ട, സിറിയസ് പറഞ്ഞു. ഹാരി നോക്കിയപ്പോൾ സിറിയസ് തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അവർ നിന്നെ ശിക്ഷിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ മാജിക് ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനെ കുറിച്ച് ഇന്റർനാഷണൽ സ്റ്റാറ്റ്യൂട്ട് ഓഫ് സെക്രസിയിൽ തീർച്ചയായും എന്തോ ഒന്നുണ്ട്. പക്ഷേ അവർ എന്നെ പുറത്താക്കിയാൽ, ഹാരി ശബ്ദം താഴ്ത്തി പറഞ്ഞു. എനിക്ക് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം താമസിക്കാൻ കഴിയുമോ? സിറിയസ് സങ്കടത്തോടെ പുഞ്ചിരിച്ചു. നമുക്ക് നോക്കാം. ഡസ്ലികളുടെ അടുത്തേക്ക് തിരികെ പോകണ്ട എന്നറിഞ്ഞാൽ തന്നെ ഹിയറിങ്ങിന് പോകുന്നത് എനിക്ക് സമാധാനമാണ്. ഹാരി സിറിയസിനെ ഉത്തരം പറയാൻ നിർബന്ധിതനാക്കി. നിനക്ക് ഈ സ്ഥലമാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരത്രയും മോശക്കാരായിരിക്കണം, സിറിയസ് വിഷമത്തോടെ പറഞ്ഞു. 2 പേരും ഒന്ന് വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഭക്ഷണമൊന്നും ബാക്കിയുണ്ടാകില്ല, കേട്ടല്ലോ? മിസ്സസ് വീസ്ലി വിളിച്ചു. സിറിയസ് വീണ്ടും ഒരു ദീർഘശ്വാസം എടുത്തു. തിരശ്ശീലയിലേക്ക് ഒരു നോട്ടം നോക്കി. തുടർന്ന് അയാളും ഹാരിയും മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയി. അന്ന് ഉച്ച കഴിഞ്ഞ് ഗ്ലാസ് ഫ്രണ്ടഡ് ക്യാബിനറ്റുകൾ വൃത്തിയാക്കുമ്പോൾ ഹിയറിംഗിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഹാരി പരമാവധി ശ്രമിച്ചു. ഭാഗ്യവശാൽ അത് വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരു ജോലിയായിരുന്നു. കാരണം അവിടെയുള്ള പല വസ്തുക്കളും പൊടി പിടിച്ച ആ ഷെൽഫുകൾ ഉപേക്ഷിക്കാൻ വളരെ മടിക്കുന്നതായി തോന്നി. സിറിയസിന് ഒരു വെള്ളി സ്നഫ് ബോക്സിൽ നിന്ന് കഠിനമായ കടിയേറ്റു. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കടിയേറ്റ കൈയിൽ കടുപ്പമുള്ള തവിട്ട് കയ്യുറ പോലെ ഒരു പുറന്തോട് രൂപം കൊണ്ടു. കുഴപ്പമില്ല, അയാൾ പറഞ്ഞു. കൈ ശ്രദ്ധയോടെ പരിശോധിച്ചു. തുടർന്ന് തന്റെ വടി ഉപയോഗിച്ചൊന്ന് തട്ടുകയും തൊലി സാധാരണ നിലയിലാക്കുകയും ചെയ്തു. അവിടെ വാറ്റാപ്പൊടി ഉണ്ടായിരുന്നിരിക്കണം. അയാൾ ആ ബോക്സ് അവിടെ നിന്നെടുത്ത് അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്ന ചാക്കിലേക്ക് മാറ്റി. നിമിഷങ്ങൾക്ക് ശേഷം ജോർജ് സ്വന്തം കൈ പൂർണ്ണമായും ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ ബോക്സ് എടുത്ത് തന്റെ ഡോക്സിയെ നിറച്ച പോക്കറ്റിലേക്ക് ഒളിപ്പിച്ചു വയ്ക്കുന്നത് ഹാരി കണ്ടു. അവർ കാണാൻ ഒട്ടും കൊള്ളാത്ത ഒരു വെള്ളി ഉപകരണം കണ്ടെത്തി. ഒരുപാട് കാലുകളുള്ള ഇറുക്കിയ പോലുള്ള ഒന്ന്. അത് ഹാരി കയ്യിലെടുത്തപ്പോൾ ചിലന്തി പോലെയായി. അവന്റെ തൊലി തുളയ്ക്കാൻ ശ്രമിച്ചു. സിറിയസ് അതിനെ നെച്ചേഴ്സ് നോബിലിറ്റി വിസാർഡിംഗ് ജീനോളജി എന്ന ഭാരമേറിയ പുസ്തകം ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. പിന്നെ അവിടെ ഒരു സംഗീതപ്പെട്ടി ഉണ്ടായിരുന്നു. അത് പാടുമ്പോൾ സകലരും ദുർബലരും ഉറക്കം തൂങ്ങികളുമായി തീർന്നു. ജിനിക്ക് മൂടി അടയ്ക്കാൻ തോന്നിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആർക്കും തുറക്കാൻ കഴിയാത്ത ഒരു ഭാരമേറിയ ലോക്കറ്റ്, പുരാതന മുദ്രകളുടെ ഒരു കഷണം, പൊടി പിടിച്ച ഒരു പെട്ടിയിൽ സിറിയസിന്റെ മുത്തച്ഛനും മന്ത്രാലയ സേവനങ്ങൾക്ക് ലഭിച്ച ഓർഡർ ഓഫ് മെർലിൻ ഫസ്റ്റ് ക്ലാസ് എന്നിവ അവർ കണ്ടെത്തി. ഇതിനർത്ഥം അദ്ദേഹം അവർക്ക് ഒരു ലോഡ് സ്വർണം നൽകിയെന്നാണ്, സിറിയസ് പുച്ഛത്തോടെ പറഞ്ഞു. മെഡൽ മാലിന്യസഞ്ചിയിലേക്ക് എറിഞ്ഞു. പലതവണ ക്രീച്ചർ മുറിയിലേക്ക് കയറി തന്റെ വസ്ത്രത്തിനുള്ളിൽ സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചു. അവർ അത് പിടിക്കുമ്പോഴെല്ലാം ഭയങ്കര ശാപവാക്കുകൾ ക്രീച്ചർ മന്ത്രിച്ചു. സിറിയസ് അവന്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക് ചിഹ്നമുള്ള ഒരു വലിയ സ്വർണ്ണ മോതിരം തട്ടിയെടുത്തപ്പോൾ ക്രീച്ചർ രോഷാകുലനായി കണ്ണീർ വാർത്തു. ഹാരി ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകൾ സിറിയസിനെ വിളിച്ചുകൊണ്ട് ശ്വാസമിടറി കരഞ്ഞുകൊണ്ട് മുറിവിട്ടു. ഇതെന്റെ അച്ഛൻ്റെതായിരുന്നു, സിറിയസ് പറഞ്ഞു. മോതിരം ചാക്കിലേക്ക് എറിഞ്ഞു. ക്രീച്ചറിന് അമ്മയോടുള്ള വിധേയത്വമൊന്നും അച്ഛനോടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച
എന്റെ അച്ഛന്റെ പഴയ വസ്ത്രം അവൻ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നീടുള്ള കുറച്ചു ദിവസങ്ങൾ മിസസ് വീസ്ലി അവരെ കൊണ്ട് നന്നായി അധ്വാനിപ്പിച്ചു. ഡ്രോയിങ് റൂം അണുവിമുക്തമാക്കാൻ തന്നെ 3 ദിവസം എടുത്തു. ഒടുവിൽ അതിൽ അവശേഷിച്ച ഒരേ ഒരു അനാവശ്യം ബ്ലാക്ക് കുടുംബ വൃക്ഷത്തിന്റെ തിരശീല തുണി മാത്രമായിരുന്നു. അത് ചുമരിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളെയും ചെറുത്തുനിന്നു. പിന്നെ ആ കുലുങ്ങുന്ന എഴുത്തുമേശയും. മൂടി ഇതുവരെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയിട്ടില്ല. അതിനാൽ അതിനുള്ളിൽ എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ ഡ്രോയിങ് റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ഡൈനിങ് റൂമിലേക്ക് മാറി. അവിടെ നിറയെ വലിയ ചിലന്തികളായിരുന്നു. ഇത് കണ്ട് ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ റോൺ തിടുക്കത്തിൽ മുറിവിട്ടുപോയി. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൻ തിരിച്ചെത്തിയില്ല. സ്നേപ്പ് ചിലപ്പോൾ അവരുടെ ജോലിയെ ക്ലീനിങ് എന്ന് വിശേഷിപ്പിച്ചേക്കാം. പക്ഷേ ഹാരിയുടെ അഭിപ്രായത്തിൽ അവർ വീടിനെതിരെ ശരിക്കും യുദ്ധം ചെയ്യുകയായിരുന്നു. ആ വീട് ക്രീച്ചറിന്റെ സഹായത്തോടെയും പ്രേരണയോടെയും വളരെ നല്ല പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നു. അവർ ഒത്തുകൂടിയ ഇടങ്ങളിലെല്ലാം ആ ഹൗസ് സെൽഫ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. മാലിന്യ സഞ്ചികളിൽ നിന്ന് തനിക്ക് കഴിയുന്നതെല്ലാം കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ പിറുപിറുപ്പ് കൂടുതൽ അരോചകമായി. സിറിയസ് വസ്ത്രങ്ങൾ കൊണ്ടുപോലും അവനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ക്രീച്ചർ നിറകണ്ണുകളോടെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു, മാസ്റ്റർ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തോളൂ. എന്നിട്ട് തിരിഞ്ഞുപോയി വളരെ ഉച്ചത്തിൽ പിറുപിറുത്തു. പക്ഷെ മാസ്റ്ററിന് ക്രീച്ചറിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇല്ല, കാരണം ക്രീച്ചറിന് അവർ എന്താണ് ചെയ്യുന്നതെന്നറിയാം. അതെ, അവർ ഡാർക്ക് ലോഡിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. അതെ, ഈ മഡ് ബ്ലഡുകളുടെയും ചതിയന്മാരുടെയും കച്ചറകളുടെയും കൂടെ ചേർന്ന്. ഇപ്പോൾ ഹെർമിയോണിയുടെ പ്രതിഷേധങ്ങളെ അവഗണിച്ച് സിറിയസ് ക്രീച്ചറിനെ തൂക്കിയെടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ദിവസത്തിൽ പല തവണ ഡോർബെൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. സിറിയസിന്റെ അമ്മ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങുന്നതിനുള്ള സൂചനയായിരുന്നു അത്. ഹാരിയും മറ്റുള്ളവരും സന്ദർശകരെ കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ എത്ര തന്നെ ഒളിഞ്ഞു നോക്കിയിട്ടും മിസസ് വീസ്ലി ജോലി ചെയ്യാൻ വിളിക്കുന്നതിനാൽ വളരെ കുറച്ചു മാത്രമേ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. സ്നേപ്പ് പല തവണ വീടിനകത്തേക്കും പുറത്തേക്കും വന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലും മുഖത്തോട് മുഖം കാണാത്തത് ഹാരിക്ക് വലിയ ആശ്വാസമായിരുന്നു. മകൾ വസ്ത്രവും കോട്ടും ധരിച്ച് വിചിത്ര രൂപത്തിൽ ട്രാൻസ്ഫിഗറേഷൻ ടീച്ചർ പ്രൊഫസർ മക്ഗോണാഗലിനെയും ഹാരി കണ്ടു. അവർ വളരെ തിരക്കിലാണെന്ന് തോന്നി. ചിലപ്പോൾ സന്ദർശകർ അവരെ സഹായിക്കാനും ശ്രമിച്ചു. ഒരു ഉച്ചതിരിഞ്ഞ സമയത്ത് ടോൺസ് അവരെ മുകളിലത്തെ ടോയ്ലറ്റിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊലപാതകിയായ വൃദ്ധപിശാചിനെ കണ്ടെത്താനും ലൂപ്പിൻ ഒരു വലിയ ക്ലോക്ക് നന്നാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ആ ക്ലോക്ക് അതുവഴി പോകുന്ന എല്ലാവരെയും വെടിവെച്ചു വീഴ്ത്തി ഉപദ്രവിക്കുകയായിരുന്നു. ലൂപ്പിൻ ഇത്രയും കാലം സിറിയസിനോടൊപ്പം വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഈയിടെയാണ് ഓർഡറിന്റെ നിഗൂഢമായ എന്തോ ജോലിക്കു വേണ്ടി പുറത്തുപോയത്. റോണിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ നോക്കിയ വസ്ത്രങ്ങളിൽ നിന്ന് മുണ്ടങ്കസ് അവനെ രക്ഷിച്ചത് മിസസ് വീസ്ലിക്ക് അയാളോടുള്ള ദേഷ്യം കുറച്ചു. ഹാരിക്ക് ഇപ്പോഴും നന്നായി ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഇടനാഴികളെക്കുറിച്ചും അടഞ്ഞ വാതിലുകളെക്കുറിച്ചും സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും വേനൽക്കാലം അവൻ ആദ്യമായി ആസ്വദിക്കാൻ തുടങ്ങി. തിരക്കിലാവുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തി. എന്നാൽ അത് കഴിഞ്ഞാൽ കിടക്കയിൽ ക്ഷീണിതനായി കിടക്കുമ്പോഴെല്ലാം വരാനിരിക്കുന്ന മിനിസ്ട്രി ഹിയറിംഗിനെ കുറിച്ചുള്ള ചിന്ത അവനിലേക്ക് തിരിച്ചു വന്നു. പുറത്താക്കപ്പെട്ടാൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഭയം സൂചികൾ പോലെ അവന്റെ ഉള്ളിൽ തറച്ചു. പക്ഷേ ഇതൊന്നും ആരോടും പങ്കുവെക്കാൻ അവന് ധൈര്യം വന്നില്ല. റോണിനോടും ഹെർമിയോണിയോട് പോലും. അവർ പലപ്പോഴും പരസ്പരം മന്ത്രിക്കുകയും തന്റെ നേരെ ഉത്കണ്ഠയോടെ നോക്കുകയും ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിൽ കൂടിയും. ചിലപ്പോൾ തന്റെ വടി 2ആയി പൊട്ടിച്ച് ഡേഴ്സ്ലികളുടെ അടുത്തേക്ക് തിരികെ പോകാൻ ആജ്ഞാപിക്കുന്ന ഒരു മന്ത്രാലയ ഉദ്യോഗസ്ഥനെ അവൻ സങ്കല്പിക്കുമായിരുന്നു. പക്ഷേ അവൻ പോകില്ല. അവൻ അതിൽ ഉറച്ചു നിന്നു. അവൻ ഇവിടെ ഗ്രിമോൾ പ്ലേസിലേക്ക് മടങ്ങി സിറിയസിനോടൊപ്പം താമസിക്കും. ബുധനാഴ്ച വൈകുന്നേരം അത്താഴത്തിനിടെ മിസസ് വീസ്ലി തന്റെ നേരെ തിരിഞ്ഞപ്പോൾ ഒരു ഇഷ്ടിക വയറ്റിൽ വീണതായി അവന് തോന്നി. നാളെ രാവിലെ നിനക്ക് ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഞാൻ ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നീ ഒന്ന് കുളിച്ചോളൂ. ഒരു നല്ല മതിപ്പുണ്ടായാൽ തന്നെ കാര്യങ്ങൾ എളുപ്പമാകും. റോണും ഹെർമിയോണിയും ഫ്രെഡും ജോർജും ജിനിയും എല്ലാവരും സംസാരം നിർത്തി അവനെ നോക്കി. ഹാരി
തലയാട്ടി തന്റെ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ വായ വളരെ വരണ്ടതായി മാറിയതിനാൽ അവന് ചവക്കാൻ പോലും കഴിഞ്ഞില്ല. "ഇങ്ങനെയാണ് ഞാൻ അവിടേക്ക് പോകേണ്ടത്?" അവൻ മിസസ് വീസ്ലിയോട് ആശങ്കയില്ലാതെ ചോദിച്ചു. "ആർത്തർ ജോലിക്ക് പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകും," മിസസ് വീസ്ലി സൗമ്യമായി പറഞ്ഞു. മേശയ്ക്ക് അപ്പുറത്തുള്ള ഹാരിയെ നോക്കി മിസ്റ്റർ വീസ്ലി പ്രോത്സാഹജനകമായി പുഞ്ചിരിച്ചു. "വിചാരണ സമയമാകുന്നതുവരെ നിനക്ക് എന്റെ ഓഫീസിലിരിക്കാം," അദ്ദേഹം പറഞ്ഞു. ഹാരി സിറിയസിനെ നോക്കി. പക്ഷേ അവൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് മിസസ് വീസ്ലി അതിന് ഉത്തരം നൽകി. "പ്രൊഫസർ ഡംബിൾഡോറിന് സിറിയസ് നിന്റെ കൂടെ വരുന്നതിനോട് ഒരു താല്പര്യവുമില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണെന്ന്, അല്ലേ?" സിറിയസ് പല്ലുകൾ കടിച്ചുകൊണ്ട് ചോദിച്ചു. മിസസ് വീസ്ലി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. "ഡംബിൾഡോർ നിങ്ങളോട് അതെപ്പോഴാണ് പറഞ്ഞത്?" സിറിയസിനെ നോക്കിക്കൊണ്ട് ഹാരി മിസസ് വീസ്ലിയോട് ചോദിച്ചു. "ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നതിന് ശേഷം അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു," മിസ്റ്റർ വീസ്ലി പറഞ്ഞു. സിറിയസ് തന്റെ ഫോർക്ക് ഉപയോഗിച്ച് ഒരു ഉരുളക്കിഴങ്ങിൽ വികാരധീനനായി കുത്തി. ഹാരി സ്വന്തം കണ്ണുകൾ പ്ലേറ്റിലേക്ക് താഴ്ത്തി. വിചാരണയുടെ തലേന്ന് ഡംബിൾഡോർ വീട്ടിൽ വന്നിട്ട് പോലും അവനെ കാണാൻ നിന്നില്ല എന്ന ചിന്ത ഹാരിയെ കൂടുതൽ വേദനിപ്പിച്ചു. അപ്പോൾ ഈ അധ്യായം ഇവിടെ തീർന്നിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു അധ്യായം, മിനിസ്ട്രി ഓഫ് മാജിക്, മന്ത്രാലയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ തരുന്ന ഒരു ചാപ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിനിസ്ട്രി ഓഫ് മാജിക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കേൾക്കാം. അതുവരെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.